morning. This is RJ Pooja from Radio Mega. നമസ്കാരം. നന്മകളാൽ സമൃദ്ധമായ ഗ്രാമങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഗ്രാമ നന്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ലക്കം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് കാണാം ഒത്തൊരുമയോടെ കൈവരിച്ച നേട്ടങ്ങളുടെ വിശേഷം. അതെ, വിജയവീഥിയിൽ മുന്നേറുകയാണ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത്. ജനോപകാരപ്രദമായ പദ്ധതികൾ കാര്യക്ഷമതയോടെ നടപ്പിലാക്കിയും പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കിയും ജില്ലയിലെ ഇതര പഞ്ചായത്തുകളിൽ നിന്ന് വേറിട്ടൊരു വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടു പോകുന്നു. മീനച്ചിലാറിന്റെ തീരത്തായി പരന്നു കിടക്കുന്ന പ്രദേശമാണ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത്. 1953 ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടത്. നിരവധി വികസന പ്രവർത്തനങ്ങളും സർക്കാർ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായിരിക്കുന്നു മീനച്ചിൽ. 2021 അധികാരമേറ്റ നിലവിലത്തെ ഭരണസമിതി ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ക്ഷേമ പദ്ധതികൾ അർഹരായവരിൽ യഥാസമയം എത്തിക്കുന്നു. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പദ്ധതികൾ രൂപവൽക്കരിച്ചാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുക. മീനച്ചിലാറിന്റെ തീരം ചേർന്നൊരു ഹരിത മനോഹര ഭൂമി, ധാന്യവിളകളുടെയും നാണ്യവിളകളുടെയും പറുദീസ. സാഹോദര്യത്തോടെ കഴിയുന്ന നാട്ടുകാർ, അവരുടെ ഏതാവശ്യത്തിനും കൂടെ നിൽക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥരും. ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു ഈ ഗ്രാമം. വാസയോഗ്യമായ ഭവനമില്ലാത്ത ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഏറ്റവും പെട്ടെന്ന് ആളുകൾക്ക് ഭവനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ പദ്ധതിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായി വീട് നിർമ്മിക്കുക എന്നത് ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ്. സാമ്പത്തിക സേവനം ഉൾപ്പെടെ എല്ലാ സാമൂഹിക ക്ഷേമ പദ്ധതികളും ലഭിക്കാൻ പാർപ്പിടം അനിവാര്യമാണെന്നിരിക്കെ എല്ലാവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം ഉറപ്പുവരുത്തുകയാണ് മീനച്ചിൽ പഞ്ചായത്ത്. ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ ഉതകുന്ന സഹായങ്ങളും സേവനങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് പാർപ്പിട സൗകര്യം ലഭ്യമാക്കുക. കേരളത്തില് ആദ്യമായി ലൈഫ് 2ാം ഘട്ടം പൂർത്തീകരിക്കുവാൻ സാധിച്ച ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാറുകയാണ്. ഭവനരഹിതരായ 159 ആളുകൾക്ക് കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് വാസയോഗ്യമായ ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നത് ഗ്രാമപഞ്ചായത്തിന്റെ വലിയ നേട്ടമായി ഗ്രാമപഞ്ചായത്ത് കരുതുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന വീടായിരുന്നു നേരത്തെ ഞങ്ങളുടെ വീട്. അങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു. വീട് പൊളിച്ച് 3 മാസം കൊണ്ട് ഞങ്ങളുടെ വീട് പണി പൂർത്തിയാക്കി തന്നു. ഞങ്ങളുടെ പഴയ വീട് ഇരട്ട വീടായിരുന്നു. അത് ചോർന്നൊലിക്കുമായിരുന്നു. ഞങ്ങളതിൽ 4 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ലൈഫ് പദ്ധതിയെ പറ്റി അറിയുന്നതും അപേക്ഷ വയ്ക്കുന്നതും. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരു പുതിയ വീട് കിട്ടി. വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് സ്നേഹ എന്നാണ്. എൻ്റെ കുടുംബം ഇവിടെ 50 വർഷമായിട്ട് താമസിച്ച് വരികയാണ്. ഞങ്ങളൊരു ഓലപ്പരയിൽ നിന്നാണ് ഇത്രയും കട്ടയൊക്കെ കെട്ടി ഞങ്ങൾ ഈ വീട് ഇത്രയാക്കി എടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം വീട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയും അച്ഛൻ്റെ മേത്തോട്ട് നമുക്ക് ഉത്തരവൊക്കെ ഇളകി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ് സാറിൻ്റെ ഇടപെടലും ഇതോടുകൂടി നമുക്ക് ലൈഫിന് അനുവദിക്കുകയും വീട് വാർക്ക വരെ ചെയ്ത് തീർക്കാൻ പറ്റുകയും ചെയ്തു. ഞങ്ങൾക്കൊരു സുരക്ഷമായ വീട്ടിലേക്ക് താമസിക്കാൻ സഹായിച്ച ലൈഫ് പദ്ധതിയിലും പ്രസിഡന്റിനും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങൾ 10-22 വർഷമായി ഈ ലക്ഷം വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ച് ഞങ്ങൾക്ക് വീട് പണിക്കുള്ള ഇത് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഇതെല്ലാം സഹകരണവും എല്ലാം കിട്ടി.
വീട് പണിത് കിട്ടണമെന്നായിരുന്നു ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾക്ക് സബലീകരിച്ചു. ലൈഫ് മിഷനും പഞ്ചായത്ത് ഭരണസമിതിക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ നിന്നായി ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് വന്ന ഭവനരഹിതരായ ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും അവർക്ക് ഭവന ആനുകൂല്യം കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് തികച്ചും ഒരു അഭിമാനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ വീടുകളുടെയും പൂർത്തീകരണത്തിന് ആവശ്യമായ സഹകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, മധ്യ ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമുക്ക് ലൈഫിൻ്റെ എല്ലാ വിവിധ ഘട്ടങ്ങളിലുള്ള ഹെഡ്കോ ലോൺ, സ്റ്റേറ്റ് വക തുകകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ആദ്യമായി ആരംഭിച്ച ഗ്രാമവണ്ടി എന്ന നിലയിൽ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കിയാണ് ഗ്രാമവണ്ടി സർവീസ് നമ്മുടെ പഞ്ചായത്ത് ആരംഭിച്ചിരിക്കുക. ഗ്രാമത്തിൽ എല്ലായിടത്തും പൊതുഗതാഗത സൗകര്യം ഉറപ്പുവരുത്താൻ ജനങ്ങളുടെ ബുദ്ധിമുട്ട് നേരിൽ മനസ്സിലാക്കി വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഗ്രാമവണ്ടി. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ടവർ പ്രായഭേദമന്യേ യാത്രാ ആവശ്യങ്ങൾക്ക് ദിവസവും ഈ ഗ്രാമവണ്ടി ഉപയോഗപ്പെടുത്തുന്നു. പാലിയേറ്റീവ് പരിചരണ പദ്ധതിക്ക് ഗ്രാമപഞ്ചായത്ത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നടപ്പിലാക്കുക. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നവരും എന്നാൽ സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതുമായ ആളുകൾക്ക് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിലൂടെ സാന്ത്വനം നൽകുവാൻ ഗ്രാമപഞ്ചായത്ത് താല്പര്യമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. മീനച്ചിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ ഭാഗമായി രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് തക്കതായ പരിചരണവും മരുന്നും യഥാസമയം എത്തിച്ച് രോഗിക്കും കുടുംബാംഗങ്ങൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. സന്നദ്ധ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സുസജ്ജമായ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് മീനച്ചിലുണ്ട്. എൻ്റെ പേര് ചന്ദ്രിക അശോകന്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഇതുപോലെ വണ്ടിയോടെ ഉണ്ടായി അരക്കതായിട്ട് തളർന്നു പോയി വീട്ടിൽ കിടക്കുമായിരുന്നു. അന്ന് എനിക്ക് ഒരു കുഞ്ഞു കൊച്ച് 1.25 വയസ്സുള്ളതും വയറ്റിൽ 3 മാസം ഗർഭിണിയായിട്ടിരുന്ന ഞാനായിരുന്നു. എനിക്ക് ചെറിയ പ്രായം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് 2013 സർക്കാരിൻ്റെ പാലിയേറ്റീവ് പദ്ധതി നടപ്പാക്കുകയും മീനച്ചിൽ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരും കഴിവറയാർ PHCയിലെ ആൾക്കാരും എല്ലാവരും കൂടി ഞങ്ങളെ കാണാൻ വീട്ടിലെത്തിയിട്ട് ഞങ്ങളുടെ ശോചനീയമായ അവസ്ഥ കണ്ട് അവർ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ വീടുകളിലേക്ക് എത്താൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സാഹചര്യം ഒരുങ്ങി. പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല, 100% ഒരു പാലിയേറ്റീവ് പേഷ്യൻറ്റിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഫണ്ടിൽ നിന്ന് ഏർപ്പെടുത്തി തരുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പദ്ധതികൾ നമുക്ക് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കുകയുണ്ടായി. തരിശുനില കൃഷി, അതുപോലെ തന്നെ ജൈവവളം, രാസവള വിതരണം ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതി പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നമ്മൾ നടപ്പിലാക്കി വരികയാണ്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലുപരിയായി കൃഷിയിലൂടെ നാടിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വിഭാവനം ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ ഭക്ഷണ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2 ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. എടമറ്റത്തും പൈകിയിലും ഏറ്റവും കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പിലാക്കുക. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താല്പര്യത്തോടു കൂടി ഈ വർഷം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ക്ഷീരഗ്രാമം പദ്ധതി. പാലുൽപാദനത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ പുറത്തുനിന്ന്, അതായത് ജില്ലയ്ക്ക് പുറത്തുനിന്ന് 100 പശുക്കളെ കൊണ്ടുവന്ന് ഇവിടെ ആവശ്യമായ പാലുൽപാദനം ഇവിടെ തന്നെ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ആ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുക. ആരോഗ്യ സുരക്ഷ, വിനോദം, കായികം എന്നീ മേഖലകളെ കോർത്തിണക്കി ഇൻഡോർ ഷട്ടിൽ കോർട്ട്, മൾട്ടി ജിം തുടങ്ങി വിനോദ ഉപാധികളും പഞ്ചായത്ത്
കരുത്തുറ്റ പുതുതലമുറയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, പാർപ്പിടം എന്നിവയ്ക്ക് ഊന്നൽ നൽകി കാലാകാലങ്ങളിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകളിലൂടെ ഗ്രാമവികസന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. 1998 ജനകീയാസൂത്രണവും കുടുംബശ്രീ പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിൽ 1800 BPL കുടുംബങ്ങളുണ്ടായിരുന്നു. കൃത്യമായി ജനകീയാസൂത്രണത്തിൻ്റെയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും അതുപോലെ തന്നെ കുടുംബശ്രീയുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് 2024 ആയപ്പോഴേക്കും മീനച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ BPL കുടുംബങ്ങളുടെ എണ്ണം 350 ചുരുങ്ങുകയുണ്ടായി. കൃത്യമായ ഇടപെടലുകൾ ഈ പദ്ധതിയിൽ കൂടെ നടത്തുവാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിന് നടന്നെടുക്കുവാനായിട്ട് സാധിച്ചത്. പാർപ്പിടം, ഗതാഗത സൗകര്യങ്ങൾ, പൊതുകെട്ടിടങ്ങൾ തുടങ്ങി ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, ഗ്രാമീണ ജനങ്ങളുടെ ആരോഗ്യശീലങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, ശുചിത്വ സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ആരോഗ്യ പരിപാലനത്തിന് പ്രാധാന്യം നൽകുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാണ്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. പൊതുജനങ്ങളുടെ ജനോപകാരപ്രദമായ പദ്ധതികളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ നല്ല ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബശ്രീക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും പിന്തുണകളും പഞ്ചായത്ത് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഗ്രാമീണ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ മനസ്സിലാക്കി സമയോചിതമായ ഇടപെടലുകൾ, സമയബന്ധിതമായ തീർപ്പാക്കൽ എന്നിവ പഞ്ചായത്തിന്റെ വിജയവീഥിയിൽ മുന്നേറാൻ സഹായിച്ചു. സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് മീനച്ചിലിനെ കൈപിടിച്ചുയർത്താൻ കഴിഞ്ഞ ഇവിടുത്തെ ഭരണസാരഥ്യം അഭിനന്ദനമർഹിക്കുന്നു. ഓരോ മനുഷ്യനും അനുഭവിക്കാൻ കഴിയുന്ന ഈ വികസന മാതൃകയ്ക്ക് നമ്മുടെ സംസ്ഥാനമാകെ തുടർച്ചയാവേണ്ടത് അനിവാര്യമാണ്.